BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. UDF പരാജയപ്പെടുമെന്നത് സാങ്കല്പികം. പരാജയപ്പെട്ടാൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കും VD സതീശൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF പരാജയപ്പെട്ടാൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ജയിക്കുവാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വിജയിച്ചാൽ എല്ലാവർക്കും ആയിരിക്കും ക്രെഡിറ്റ് എന്നും VD സതീശൻ. UDFന് തിളക്കമാർന്ന വിജയം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്നും ഡീൽ ആരോപണമല്ല ചർച്ച ചെയ്യേണ്ടത്, വികസന പ്രശ്നങ്ങളും ചർച്ച ചെയ്യണമെന്നും VD സതീശൻ. എന്ത് ഡീൽ ചെയ്താലും UDF ഡീൽ ജനങ്ങൾക്കൊപ്പമാണ് ശശി തരൂർ MP. എന്ത് ഡീൽ ചെയ്താലും UDF ഡീൽ ജനങ്ങൾക്കൊപ്പമെന്ന് ഡോക്ടർ ശശി തരൂർ MP. BJP 1-2 സീറ്റിൽ വിജയസാധ്യത ഉണ്ടെങ്കിൽ നോക്കട്ടെ, നമ്മളും ഒപ്പം മത്സരിക്കും. BJPയുടെ കൂടുതൽ സീറ്റ് തടയുവാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുവെന്നും ശശി തരൂർ പറഞ്ഞു. കേരളത്തിൽ മാറ്റത്തിന് സമയമായി. BJPക്ക് സീറ്റ് തടുക്കുവാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ ത്രികോണ മത്സരങ്ങളാണ് നടക്കുന്നത്. കൂടുതൽ ഉള്ള സീറ്റ് തടയുവാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുവെന്നും ശശി തരൂർ ആരോപിച്ചു. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഡ്രോൺ ആക്രമണം, റഡാർ സംവിധാനത്തിന് തകരാർ. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ഡ്രോൺ ആക്രമണം, വിമാനത്താവളത്തിലെ റഡാർ സംവിധാനത്തിന് തകരാറുണ്ടായി. നിരവധി ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായെന്നും ആർക്കും പരിക്കില്ലെന്നും വിമാനത്താവള അധികൃതർ വ്യക്തമാക്കി. ഇന്ന് രാവിലെ മുതൽ തുടർച്ചയായുണ്ടായ ആക്രമണത്തിൽ UAEയെയും ബഹ്റൈനെയും കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണങ്ങൾ ഉണ്ടായി. അബുദാബിയിൽ 3 ഇടങ്ങളിലായാണ് തീപിടുത്തമുണ്ടായത്. പ്രത്യേക സാമ്പത്തിക മേഖലയിലും തീപിടുത്തമുണ്ടായി. തീ പൂർണ്ണമായും അണച്ചുവെന്ന വിവരം ഇതുവരെ പുറത്തുവന്നിട്ടില്ല. വലിയ ആക്രമണമാണ് ഇറാന്റെ ഭാഗത്തുനിന്നും പല ഗൾഫ് രാജ്യങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. നോയിഡയിലെ അന്താരാഷ്ട്ര വിമാനത്താവളം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. നോയിഡയിലെ അന്താരാഷ്ട്ര വിമാനത്താവളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. 11,200 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച വിമാനത്താവളത്തിന്റെ 1ാം ഘട്ടമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. ഏപ്രിൽ പകുതിയോടെയായിരിക്കും വിമാന സർവീസുകൾ ആരംഭിക്കുക. ആദ്യഘട്ടത്തിൽ ആഭ്യന്തര സർവീസുകളുമായി ഇൻഡിഗോ, ആകാശ, എയർ ഇന്ത്യ തുടങ്ങിയ വിമാനങ്ങളാണ് രംഗത്തെത്തുന്നത്. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ ഫ്രീസർ തകരാറിനെ തുടർന്ന് മൃതദേഹം അഴുകി. കോട്ടയം കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ ഫ്രീസർ തകരാറിനെ തുടർന്ന് മൃതദേഹം അഴുകിയെന്ന് പരാതി. മണിമല സ്വദേശി ജോമി ജോസഫിന്റെ മൃതദേഹമാണ് അഴുകിയത്. വെള്ളിയാഴ്ച വൈകിട്ടാണ് 5 മണിയോടെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയത്. ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തുവാനായി പുറത്തെടുത്തപ്പോഴാണ് കടുത്ത ദുർഗന്ധം അനുഭവപ്പെട്ടത്. ഫ്രീസർ തകരാറിനെ തുടർന്ന് മൃതദേഹം ചീർത്ത നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. രാവിലെ 11 മണി മുതൽ 3 വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കരുത്. ജാഗ്രതാ നിർദ്ദേശങ്ങളുമായി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളുമായി ആരോഗ്യവകുപ്പ്. രാവിലെ 11 മണി മുതൽ 3 വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കരുത്. കുഞ്ഞുങ്ങൾ, പ്രായമായവർ, ഗർഭിണികൾ, ഗുരുതര രോഗമുള്ളവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. പോറ്റിയെ കേറ്റിയെ പാരഡി പാട്ട് പാടി പ്രചാരണം. റാന്നിയിൽ UDF സ്ഥാനാർത്ഥി പഴകുളം മധുവിനെതിരെ പരാതി. പോറ്റിയെ കേറ്റിയെ പാരഡി പാടി തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയ റാന്നിയിലെ UDF സ്ഥാനാർത്ഥി പഴകുളം മധുവിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. തിരുവാഭരണ പാത സംരക്ഷണ സമിതി സെക്രട്ടറി പ്രസാദ് കുഴിക്കാലയാണ് പരാതി നൽകിയത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.